സിനിമ എന്ന് പറയുന്നത് ഒരു മോശം ഫീൽഡാണെന്ന് പറയുന്നത് അവിടെ ഗ്ലാമർ കൂടുതലുള്ളതുകൊണ്ടും 10 പേര് ഈ വിശേഷങ്ങൾ അറിയുന്നതുകൊണ്ടാണ്. എല്ലാ ഓഫീസിലും ഇതുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട്. ഈ ഈ എന്താ പറയണ്ടേ, ഈ പറഞ്ഞ മിസ്ബിഹേവും പ്രശ്നങ്ങളും എല്ലായിടത്തും ഉണ്ട്. ഞാൻ മാക്സിമം അമ്മ വേഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ക്യാരക്ടർ റോൾസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമെടുത്തിട്ട് എനിക്കിപ്പോൾ അങ്ങനത്തെ ചിലപ്പോൾ ഭാര്യയുടെ റോളായിരിക്കും, അമ്മയുടെ റോളായിരിക്കും, പക്ഷേ അമ്മ ഷുഡ് ബി ഡിഫറെൻറ്റ്. നീന ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടോ, നീന കുറുപ്പ്, നീന ചേച്ചിയൊക്കെ പണ്ട് കോസ്റ്റ്യൂം മാറാനായിട്ട് ഈ ഡ്രസ്സ് ഇങ്ങനെ ഊരി മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ 2 കണ്ണുണ്ടാവും ഇങ്ങനെ. ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അമ്മയെ കാണണം തോന്നി. അമ്മ എനിക്ക് തരുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഞാൻ പലപ്പോഴും വീണു പോകാവുന്ന അവസരങ്ങളിൽ പലപ്പോഴും താങ്ങായിരുന്നത്. അതുപോലെ സേഫ്റ്റി, ബേസിക് അമ്യൂണിറ്റീസ് കിട്ടുക, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? അതിപ്പോഴും ഒരു ക്രൈസിസ് ആണോ ഇൻഡസ്ട്രിയിൽ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഞാൻ നല്ല പ്രൊഡക്ഷൻ, നമുക്ക് അറിയാവുന്ന ആൾക്കാർ, മേ ബി ഞാൻ കുറച്ച് സീനിയർ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. സീനിയർ ആയതുകൊണ്ടും എനിക്കങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കണം എനിക്കങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഒരിക്കൽ മാത്രം എനിക്കിങ്ങനെ ഒരു, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, അതാ പറഞ്ഞത്, ഇപ്പം ആരും എൻ്റെ അടുത്ത് അങ്ങനെ, പണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒരു ടോയ്ലറ്റ് വൃത്തിയില്ലാത്തൊരു ടോയ്ലറ്റ്, വൃത്തിയില്ലാത്ത തീരെ വൃത്തിയില്ലാത്തൊരു ടോയ്ലറ്റാണ് അത്. ഒരു പഴയ വീടാണ് ഷൂട്ട് ചെയ്യുന്നത്, പഴയ വീട്. അപ്പോൾ അതിൻ്റെ ബാത്റൂമും അങ്ങനെ തന്നെ, പുറത്താണ് ബാത്റൂം. അപ്പോൾ ആ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോഴും, ഞാനകത്ത് പാമ്പുണ്ടോ ഒന്നും ഒക്കെ അറിയില്ല. അപ്പോൾ അതിനകത്ത് പോകണം. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ഫിസിക്കലി. അങ്ങനെയുള്ള മോശമായ സ്ഥലങ്ങളിൽ നമ്മളൊരു യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോഴോ അപ്പം നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ അങ്ങനെ നല്ലൊരു ബാത്റൂം അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഒരു അറേഞ്ച് അവർ ചെയ്തില്ല. അങ്ങനെ ചെയ്യാതെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇത്, എന്തുകൊണ്ട് ഇപ്പം ആണുങ്ങൾ പുറത്ത് ടോയ്ലറ്റ് ഇല്ലെങ്കിൽ അവർക്ക് സാധിക്കാൻ പറ്റും, സ്ത്രീകൾക്കത് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എനിക്ക്. പിറ്റേ ദിവസം ഞാൻ വന്നില്ല ഷൂട്ടിന്. ഞാൻ പറഞ്ഞു എനിക്ക് കാരണം ഈവൻ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന പോലും ആ വീടിനകത്ത് ഒരു കോർണറിൽ ഇങ്ങനെ മറഞ്ഞു നിന്നിട്ട് മറ്റേ ഈ എൻ്റെ അസിസ്റ്റൻസ് മറ്റേ ബെഡ്ഷീറ്റ് ലുങ്കി എടുത്തിട്ട് ഇതൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ മാറുന്നത്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് സീരിയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കോസ്റ്റ്യൂം മാറുന്ന സമയത്ത് ഒളിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പലപ്പോഴും നീന ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടോ, നീന കുറുപ്പ്, നീന ചേച്ചിയൊക്കെ പണ്ട് കോസ്റ്റ്യൂം മാറാനായിട്ട് ഈ ഡ്രസ്സ് ഇങ്ങനെ ഊരി മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ 2 കണ്ണുണ്ടാവും ഇങ്ങനെ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇന്നാണല്ലോ ക്യാരവനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ അന്നത്തെ അത് സിനിമയിലുള്ള സീരിയലുള്ള ആൾക്കാരായിരിക്കില്ല, ആരോ സമ്മൺ. അപ്പം അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞില്ലേ, അങ്ങനെയാണ് മാറുന്നത്, ആൾക്കാരുണ്ടോ, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി പേടിച്ചൊക്കെയാണ് കോസ്റ്റ്യൂം മാറുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതില്ല, അന്ന് സീരിയൽ സെറ്റപ്പിലാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ സേഫ്റ്റി, കാസ്റ്റിംഗ് കൗച്ച്, ഇതൊക്കെ ഇന്നും പ്രെവലന്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സാധനം ഞാൻ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ മോളോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഈ ഒരുപാടായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നൊരു സംഭവം. ഈ അഭിനയമോഹം മൂത്തിട്ട് കണ്ട് എന്താ മഞ്ഞളിച്ച് എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ ചാടിപ്പോയി ഒന്നും നമ്മൾ ഇത് ചെയ്യരുത്. പ്രോപ്പറായിട്ട് അന്വേഷിക്കുക. ആരെങ്കിലും വിട്ടോ, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ആങ്ങളയുണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിട്ട് അന്വേഷിപ്പിക്കുക. അല്ലെങ്കിൽ അവരെ വിളിച്ചൊന്ന് ഫോൺ ചെയ്യുക. അതിൽ നമ്പർ ഉണ്ടാവും, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരൂ, അന്വേഷിക്കുക കറക്റ്റായിട്ടുണ്ടോ, അങ്ങനൊരു സംഭവം ഉണ്ടോ. കാസ്റ്റിംഗ് കോൾസ് അല്ലേ, അങ്ങനെ അന്വേഷിക്കാം, എന്നിട്ട് പോവാം. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എൻ്റെ മോളടുത്തും പറയുന്ന കാര്യമാണ്. നമ്മളെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. യെസ് പറയേണ്ടടുത്ത് നമ്മൾ യെസ് പറയണം, നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയണം. കണ്ണിൽ നോക്കി ഷാർപ്പായിട്ട് നോ പറയണം. പണ്ടത്തെ കാലമല്ല, ഇപ്പോഴത്തെ കാലത്ത് നോ എന്ന് പറഞ്ഞ് ഷാർപ്പായിട്ട് നോക്കി പറഞ്ഞാൽ 99.9% ആൾക്കാരും അവിടെ നിൽക്കും.
വേണമെങ്കിൽ കൈയുയർത്തി ഒന്ന് കൊടുക്കാനും മടിക്കരുത്. ഇപ്പോഴത്തെ പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു 99% പിള്ളേരും നമ്മുടെ പിള്ളേർ, എൻ്റെയൊക്കെ മോളെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടിറക്കിയെങ്കിൽ പേടിയാണ് അവളുടെ കാര്യം ആലോചിച്ചിട്ട്. അവൾ കൊടുക്കുകയും ചെയ്യും, കൊടുത്തിട്ടുമുണ്ട് അവൾ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക, നോ പറയേണ്ടടുത്ത് നോ പറയുക. സിനിമയിൽ നിന്നല്ല, എവിടെയാണെങ്കിലും സിനിമ എന്ന് പറയുന്നത് ഒരു മോശം ഫീൽഡാണെന്ന് പറയുന്നത് അവിടെ ഗ്ലാമർ കൂടുതലുള്ളതുകൊണ്ടും 10 പേര് ഈ വിശേഷങ്ങൾ അറിയുന്നതുകൊണ്ടാണ്. എല്ലാ ഓഫീസിലും ഇതുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട്. ഈ എന്താ പറയണ്ടേ, ഈ പറഞ്ഞ മിസ്ബിഹേവും പ്രശ്നങ്ങളും എല്ലായിടത്തും ഉണ്ട്. ഈ ബാത്റൂമിൻ്റെ ഇഷ്യൂ എത്ര ഓഫീസിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയോ? നമ്മൾ കണ്ടതല്ലേ, ഫ്രീഡം ഫൈറ്റ് എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ്. അതെ എക്സാക്ട്ലി. ദയയുടെ കാര്യം പറഞ്ഞപ്പോൾ ദയയുടെ ഈ ഇടയ്ക്ക് ഒരു വലിയൊരു കോൺട്രവേഴ്സി ആയത് ഫേസ്ബുക്കിലൊരു പോസ്റ്റ്, അല്ല ഇൻസ്റ്റാഗ്രാമിൽ ആരോ ബോഡി ഷേമിങ് ചെയ്തപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്തത്. അമ്മയും മോളും തമ്മിൽ എന്തായിരുന്നു സംസാരം വീട്ടിൽ അതിനെക്കുറിച്ചോ? അതിനെക്കുറിച്ച് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുള്ളൂ. ഞാൻ പൊതുവെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള വരുന്ന മെസ്സേജസ് അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. അവോയ്ഡ് ചെയ്യല്ല, ഇഗ്നോർ ചെയ്യുക, അതാണ് കറക്റ്റ് വേർഡ്. ഇഗ്നോർ ചെയ്യുക ഞാൻ ചെയ്യാറില്ല. ഞാൻ നീ അത് ഇഗ്നോർ ചെയ്യും, കാരണം നമ്മൾ അതെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പം അവർക്ക് അവിടെ മറ്റേ ഹൈപ്പ് കിട്ടുക. അതെന്തിനാ വെറുതെ അവർക്ക് ഇത് കൂട്ടേണ്ട ആവശ്യം എന്താ? അപ്പോൾ അവളത് ഫണ്ണി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു രസമല്ലേ രസമല്ലേ, ഇത് പോട്ടെ. ഞാൻ ഇതിനെക്കുറിച്ച് ഇതാക്കുക, കാരണം ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രൈവസി അല്ലെങ്കിൽ അവരുടേതായ വ്യക്തിപരമായ അഭിപ്രായം, അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അവൾ ഇറ്റലിയിൽ ഫാഷൻ സ്റ്റൈലിസ്റ്റാണ്, ഇറ്റലിയിൽ മോഡലിംഗ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. സോ അവൾ ചിലപ്പോൾ മോഡലിംഗ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ ഇട്ടെന്നിരിക്കും. ഇതിപ്പം പണ്ടൊരാൾ ചോദിച്ച പോലെ സാരി എടുത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പം 40 വയസ്സുള്ള സ്ത്രീകൾക്കുള്ള കഥാപാത്രങ്ങൾ, ഇപ്പം മഞ്ജുവിന് ഓഫർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അതെന്ത് തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഓഫർ ചെയ്യുന്നത്? ഹൗ ഡു യു സീ ദ റോൾസ് ദാറ്റ് ആർ കമ്മിങ് ടു യു? കാരണം എസ്റ്റാബ്ലിഷ്ഡ് നല്ല റോൾസ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടോ? ഉണ്ട്. ഇൻ ദ ക്യാരക്ടേഴ്സ് അറ്റ് യു? അത് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ അമ്മ വേഷങ്ങളായിരുന്നു ചെയ്തതൊക്കെ. ഹോബ്, കല്യാണി, ഫാലിമി, മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഡിജോ ജോസ് ആൻ്റണിയുടെ നിവിൻ പോളി പടം ചെയ്തിട്ടുണ്ട്. അതും നിവിൻ്റെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അമ്മയാണ്. പക്ഷെ ആ പടത്തോടു കൂടി തീരുമാനമെടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ മാക്സിമം അമ്മ വേഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ക്യാരക്ടർ റോൾസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമെടുത്തിട്ട് എനിക്കിപ്പോൾ അങ്ങനത്തെ, ചിലപ്പോൾ ഭാര്യയുടെ റോളായിരിക്കും, അമ്മയുടെ റോളായിരിക്കും, പക്ഷേ അമ്മ ഷുഡ് ബി ഡിഫറെൻറ്റ്. വേറെ ഒരു അമ്മ വ്യത്യസ്തമായിട്ട്. മറ്റത് എന്നെ കണ്ട് ഞാൻ ചോദിക്കും, എന്നെ കണ്ട് അത്ര ദാരിദ്ര്യ ലുക്കാണോ എന്ന് ചോദിക്കും ഡയറക്ടേഴ്സിൻ്റെ അടുത്ത്. തരുന്ന മുഴുവൻ ദാരിദ്ര്യം, വിഷമിക്കുന്ന അമ്മ, കഷ്ടപ്പെടുന്ന അമ്മ. അല്ല, അത് അതിശയല്ലേ? കാരണം 40 വയസ്സുള്ളൊരു സ്ത്രീക്ക് കിട്ടുന്ന റോൾസ് ഏകദേശം 10-15 വർഷം കൂടുതലും പ്രായമുള്ളൊരു സ്ത്രീയുടെയാണ്. അപ്പോൾ വിഷമം തോന്നാറില്ല? കാരണം 40s ആണല്ലോ ശരിക്കും ഒരു റീസർജൻസ് ആണ് സ്ത്രീകളുടെ ജീവിതത്തിൽ. 40s കുട്ടികളൊക്കെ കുറച്ച് വലുതായി, കുറച്ച് ടൈം കിട്ടി, എല്ലാവരും ഒരു ചേഞ്ച് വരുന്ന ഒരു പ്രായമാണ് 40. പക്ഷെ അവിടെ നേരെ കൊണ്ടുപോയിടുന്നത് 55 to 60 കാറ്റഗറിയിലാണ്. എനിക്ക് സങ്കടം തോന്നിയിട്ടില്ല. കാരണം ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ സങ്കടം തോന്നാൻ പാടില്ല. ആർട്ടിസ്റ്റിന് ചൂസ് ചെയ്യാം. പക്ഷെ ആർട്ടിസ്റ്റിന് വരുന്ന വേഷം, ഒരു അമ്മ വേഷം നല്ല വേഷമാണെങ്കിൽ അത് ചെയ്യണം. എന്തിനാ വിഷമം തോന്നേണ്ട ആവശ്യം എന്താ? പക്ഷെ 40s ഈ സ്ത്രീകളുടെ ഏജിൽ തന്നെ ക്യാരക്ടർ കിട്ടി ഒരു നല്ല ഞാൻ ചോദിക്കട്ടെ, പണ്ടും അതുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തിലൂടെ ചാൻസ് ഇല്ലേ, ഓപ്പർച്യൂണിറ്റി ഇല്ലേ? ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ പണ്ട് കേട്ടിട്ടുണ്ട്, നസീർ സാറിൻ്റെ വളരെ ചെറുപ്പമായിരുന്നു ആറന്മുള പൊന്നമ്മ, അന്ന് മുതലേ കവിയൂർ പൊന്നമ്മ, അവരൊക്കെ അമ്മവേഷമാണ് ചെയ്തിരുന്നത്. നമുക്ക് അമ്മ വേണ്ടേ? അത് വേറെ ആരും ചെയ്യുന്നില്ല, ഞാൻ ചെയ്യും, എനിക്ക് താല്പര്യമാണ്. പക്ഷേ എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യും. ഇപ്പോൾ എനിക്ക് വന്ന് ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതൊരു നല്ല സബ്ജക്റ്റാണ്. 40-45 പ്രണയം പറയുന്നൊരു സാധനം. പ്രണയമാണ് സബ്ജക്റ്റ്. അതൊരു അപ്കമിങ് ഇതാണ്. അത് എനിക്ക് ഒന്നും കൂടുതൽ പറയാൻ പറ്റില്ല. അത് ഡിഫറെൻ്റാണ്. ഇപ്പോൾ വേറൊരു സബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്, അത് 40-45 ആ ഏജാണ്. പക്ഷേ 2 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കഥയാണ്. ഐ മീൻ അങ്ങനെയാണ് അതിനകത്ത്. അച്ഛനും മകനുമാണ്, പക്ഷേ
അതിൽ ചെയ്യാൻ പോകുന്നത് ഭർത്താവുണ്ട് എങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്, ഈ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നത് ഈ അച്ഛൻ കേൾക്കുള്ളൂ. ഓക്കെ. അങ്ങനെ ഒരു സബ്ജക്റ്റ്. മഞ്ജുവിൻ്റെ ലൈഫിലെ മെയിൻ സപ്പോർട്ട് സിസ്റ്റംസ് ആരാണ്? സപ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ, എൻ്റെ മോള്, പിന്നെ എനിക്ക് ചങ്ക് പറിച്ച് തരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാനങ്ങനെ ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ഞാൻ കീപ്പ് ചെയ്യുള്ളൂ. എനിക്ക് പേടിയാണ്, നഷ്ടപ്പെടലുകൾ എനിക്ക് പേടിയാണ്. എനിക്ക് പേടിയല്ല, വിഷമാണ്. കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ്, നമുക്ക് ഫ്രണ്ട്സാണ് എപ്പോഴും കൂടെ ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആക്ച്വലി ആഫ്റ്റർ 40s ആണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഗ്രി അല്ലേ? 40 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. എനിക്കൊരു 4 ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഡയറ്റീഷ്യൻ അല്ല, അവളെൻ്റെ ബെസ്റ്റി എന്നൊക്കെ പറയും, ചങ്കത്തിയാണ് അവൾ. എനിക്ക് വേണ്ടി എന്തും ചെയ്യും. ലക്ഷ്മി മനീഷ്, എന്തും ചെയ്യും അവൾ. ആക്ച്വലി എനിക്കൊരു അസുഖം വന്ന് കിടന്നാൽ പോലും അവൾ വന്ന് കൂട്ടിരിക്കും. അതെത്ര പാതിരാത്രി ആയാലും എനിക്ക് ഭയങ്കര അടുപ്പാണ്. അതുപോലെ തന്നെ ഡിംപിൾ, മായ, കുറേ ദേവി. ഇല്ല, 4 പേരേ ഉള്ളൂ. 4 പേര് ഇൻഡസ്ട്രിയിലല്ലാതെ പുറത്ത് 4. പിന്നെ ലക്ഷ്മി. അത് ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഫാമിലിയാണ് അവരെല്ലാവരും. പിന്നെ ഇതിനകത്ത് രശ്മിയും ശ്രീലക്ഷ്മിയാണ് എൻ്റെ ഫ്രണ്ട് സർക്കിളിലായിട്ടുള്ളത്. അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണ്? കാരണം അമ്മ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അമ്മയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി എന്താണ്? അമ്മയെക്കുറിച്ച് ഏറ്റവും തലവേദനയായിട്ടുള്ള ക്വാളിറ്റി? അമ്മ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയില്ലാത്ത ചിന്തിക്കാൻ പറ്റില്ല. എനിക്കൊരു പ്രശ്നം വന്നാലും എനിക്കൊരു സന്തോഷം വന്നാലും അമ്മയാണ് എപ്പോഴും ഉണ്ടാവുക. എനിക്കൊരു വിഷമം വന്ന അമ്മയ്ക്ക് ഞങ്ങൾ ഭയങ്കര വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് നാളായിട്ടുള്ളൂ, ഒരു 3-4 വർഷമായിട്ടേ ഉള്ളൂ ഞാൻ ഒന്നും പറയാറില്ല. ആക്ച്വലി ഞാൻ എൻ്റെ അച്ഛനും വയസ്സായി, ഞാൻ അധികം ഒന്നും പറയാറില്ല. കാരണം ഇനി എത്ര നാളാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയത് പണവും അങ്ങനെയൊന്നുമല്ല, മനസ്സമാധാനമാണ്. ഇനി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പക്ഷെ അതിന് മുമ്പൊക്കെ ഞങ്ങളുടെ വഴക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തീരുന്നതായിരിക്കും. അതുപോലെ ഞാൻ ഇറങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് മീൻസ് വണ്ടി എടുത്ത് ഞാൻ പോകും, പിന്നെ അവിടെ നിന്നാൽ വഴക്കാവുമല്ലോ. അപ്പം അമ്മ എന്ന് പറയുന്നത്, ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചു എന്താ വേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു ഡെലിവറി കഴിഞ്ഞപ്പോൾ വേണ്ടി വന്നു നമുക്ക് നമ്മുടെ അമ്മയെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫെയിലിയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പറയാൻ പാടില്ല എങ്കിലും, പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നു. കാരണം ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അമ്മയെ കാണണം തോന്നി. അമ്മ എനിക്ക് തരുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഞാൻ പലപ്പോഴും വീണു പോകാവുന്ന അവസരങ്ങളിൽ പലപ്പോഴും താങ്ങായിരുന്നതും. എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, സൂയിസൈഡ് ചെയ്തപ്പോഴും കൊല്ല പണ്ട് സൂയിസൈഡ് ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് എത്തിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ ഞാനത് പറയുന്നില്ല, ഞാനിപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞതാണ്, സിറ്റുവേഷനൊന്നും പറയുന്നില്ല. ആ ഒരു സമയത്ത് അമ്മയ്ക്കറിയാം ഞാനിതിങ്ങനെ എന്തോ ഇങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ അമ്മ റോഡ് റെയിൽവേ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് പോകണം. നാട്ടിൽ പോവാം, കോട്ടയത്ത്. അപ്പോൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് പോകണം. അപ്പോൾ ട്രെയിൻ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അമ്മ ആ ട്രെയിനിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി അമ്മയിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം ഇപ്പം അതല്ലേ, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിൽ എന്നെ അതിൽ നിന്ന് ഇപ്പോഴൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ ഓൺലൈൻ മീഡിയക്കാർ ഈ ഒരു ക്യാപ്ഷൻ മാത്രം എടുത്തിട്ട് മഞ്ജു പിള്ള ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ അമ്മ ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞിടരുത്. ഇപ്പോഴൊന്നും അല്ല, മേ ബി ഒരു 25 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ ഇപ്പോഴും ആ സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട് അമ്മ. അമ്മയ്ക്ക് വയ്യ, ആക്ച്വലി അമ്മയ്ക്ക് വയ്യ. അമ്മ ഒത്തിരി അസുഖങ്ങൾക്ക് അടിമയാണ്, വയ്യ. പക്ഷെ
ഇപ്പോഴും അമ്മ ഭയങ്കര സ്ട്രോങ് ആണ്. എനിക്ക് അമ്മ വീട്ടിലുണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പം ഞാനൊരു റീൽ കണ്ടിരുന്നു, ഈ അമ്മയുടെ മാല പണയം വെച്ചിട്ടാണ് ഞാൻ ലോയറിനെ കണ്ടത്. അത് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം അമ്മയ്ക്ക് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഓരോ ബർത്ത്ഡേക്ക് ഞാൻ പിന്നെ ഉണ്ടാക്കി സമ്പാദിച്ചപ്പോഴൊക്കെ അമ്മയ്ക്ക് ഓരോ ബർത്ത്ഡേക്ക് ഓരോ മാലയായിട്ട് പണിത് കൊടുത്തു. ഒരു രുദ്രാക്ഷം ആക്ച്വലി ലാസ്റ്റാണ് പണിത് കൊടുത്തത്. അമ്മയ്ക്ക് കോറലിൻ്റെ ഒരു മാല വാങ്ങിക്കൊടുത്തു. ആക്ച്വലി ഇത് അമ്മയുടെയാണ്. ഇത് ആക്ച്വലി അമ്മയ്ക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എനിക്കൊരു ഗണപതിയുടെ ഇത് വേണം എന്നുണ്ട്. അപ്പം അങ്ങനെ ഗണപതി വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇത് അമ്മ എനിക്ക് തന്നു. ഇതും ഞാൻ വാങ്ങിക്കൊടുത്തു തന്നെയാണ്, പക്ഷെ അമ്മ ഇതെനിക്ക് തന്നു. അപ്പോൾ കോറൽ വാങ്ങിക്കൊടുത്തു, പിന്നെ തുളസിയുടെ ഒരു മാല വാങ്ങിക്കൊടുത്തു, അല്ലാതൊരു മാല ലാസ്റ്റ് ലളിതാമ്മയുടെ വീട്ടിൽ രുദ്രാക്ഷം. ഞാനൊന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് മാല കളക്ഷൻ ഒന്ന് കാണാം. രുദ്രാക്ഷം പണി കഴിപ്പിച്ച് 60ാമത്തെ വയസ്സിൽ. അമ്മയുടെ രുദ്രാക്ഷം കണ്ടിട്ടുണ്ടോ? ഇത്രയുണ്ട്. ലളിതാമ്മ തന്നതാ ഇത്രയുള്ള രുദ്രാക്ഷങ്ങളാണ്. അത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അത് ചെയ്തിട്ടു. മഞ്ജുവിനെ ഞാൻ മഞ്ജു വിളിക്കുന്നതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. കാരണം മഞ്ജുവും ഞാനും തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രോബ്ലം ഉണ്ട്, എല്ലാവരും കൊണ്ട് ചേച്ചി സ്ഥാനത്തങ്ങ് പിടിച്ചിരിക്കും. ഞാനാണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ് വളർന്നിട്ടുമില്ല. 30 വയസ്സായി ഇപ്പോഴും എനിക്ക് മനസ്സിൽ. അതുകൊണ്ട് ഞാൻ മഞ്ജുവിനോട് ചോദിച്ചു, ഞാൻ മഞ്ജു എന്ന് വിളിച്ചോട്ടെ? എല്ലാവരും മഞ്ജു ചേച്ചി എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഞാൻ മഞ്ജു എന്ന് വിളിച്ചോട്ടെ? അതിന്റെ വിഷമം ഞാൻ അറിയുന്നുണ്ട്. എന്നെക്കാട്ടിലും വയസ്സിന് മൂത്ത ആൾക്കാരും എന്നെ ചേച്ചി എന്നാ വിളിക്കുക. ഞാൻ സീറോസ് ചാക്കോച്ചിന് സോറി ചാക്കോച്ച, എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ചാക്കോച്ചിന് ഞാനും സെയിം ഏജാണ്, പക്ഷെ വിളിക്കുന്ന ചേച്ചി ഇതാണ്. പക്ഷെ ജയൻ ആക്ച്വലി എന്നെക്കാട്ടിലും ഒരു വയസ്സിന് എന്തോ ഉള്ളതാണ്. പക്ഷെ ജയൻ എടി പറ്റി എന്താണ് അങ്ങനെ ഒരു ഇതാണ് ജയൻ്റെ ഇത്. ഈവൻ രാജുവും എല്ലാവരും മഞ്ജു തന്നെയാണ് വിളിക്കുന്നത്. മഞ്ജുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന 10 വർഷം മുമ്പാണ്. ഞാൻ ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ഷോ ചെയ്തപ്പോൾ മഞ്ജുവിന് ഇത് ഓർമ്മയുണ്ടാവും എന്നറിയില്ല, ഓർമ്മയുണ്ടായിരിക്കില്ല എന്തായാലും. അപ്പോൾ അന്ന് നല്ല രസമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് അന്ന് മഞ്ജു വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് മേക്കപ്പ്? കാരണം അന്ന് നമ്മൾ ക്രയോലാൻ്റെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മഞ്ജുവിന് ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നത്? നല്ല മേക്കപ്പ്, നല്ല ഫിനിഷാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, മാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അന്ന് മാക്ക് ഒന്നും നമുക്ക് ഇന്ത്യയിൽ കിട്ടില്ല. മാക്ക് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. എപ്പോഴെങ്കിലും വെളിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ മാക്കിൻ്റെ ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് ആദ്യം നല്ലതാണ്. ഓർമ്മയുണ്ടോ? അവിടെ ഇവിടെ വരെ 10-year 12-year ജേർണി അല്ലേ. യുനോ വെൻ ഐ ലുക്ക് അറ്റ് യു ഐ ഫീൽ യു ആർ വെരി ഫിറ്റ്, ഹെൽത്ത് വൈസ് വളരെ ഫിറ്റ് ആൻഡ് വളരെ സ്ട്രോങ് ആണ്. യു കൈൻഡ് ഓഫ് ടേക്കൻ കെയർ ഓഫ് യുവർ സെൽഫ് വെരി വെൽ. എന്താണ് അതിൻ്റെ സീക്രട്ട്? എൻ്റെ കുട്ടുന്നത് എന്താണ്? ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്മി എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്, സിസ്റ്റർ, വെൽവിഷർ, എൻ്റെ മോട്ടിവേറ്റർ എന്നൊക്കെ പറയാം. ലക്ഷ്മി ആക്ച്വലി ന്യൂട്രീഷനിസ്റ്റാണ്. ലക്ഷ്മി എൻ്റെ എല്ലാം ആണ്, ഡയറ്റീഷ്യനാണ്, ന്യൂട്രീഷനിസ്റ്റാണ്. അപ്പോൾ ആക്ച്വലി ലക്ഷ്മി തരുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. എനിക്ക് മെയിൻലി ഫിറ്റായിട്ടിരിക്കണം തോന്നിയത് ആരോഗ്യം കുറച്ച് ഞാൻ ആ 13 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് പറഞ്ഞില്ലേ. 13 ദിവസം ഞാൻ ഇടയ്ക്ക് ഒരു 3 years ബാക്ക് ഞാനൊരു ഡെങ്കു ന്യൂമോണിയും കൂടെ ഒരുമിച്ച് വന്നിട്ട് 2 ദിവസം വെന്റിലേറ്ററിലുമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ആരോഗ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. ദൈവമേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കിടപ്പായിപ്പോയാൽ ഇതുപോലെ വേസ്റ്റ് ലൈഫ് നമുക്കുണ്ടാവില്ല. കിടക്കരുത് നമ്മൾ. അങ്ങനൊരു ഇതായിപ്പോയി. കുറേയൊക്കെ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ എക്സസൈസ് ചെയ്യും. പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. ലക്ഷ്മിയുടെ ലക്ഷ്മി വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നീ ഡയറ്റ് ചെയ്ത് നിനക്ക് സ്വന്തമായിട്ടൊരു ഡയറ്റീഷ്യൻ കൂടിയിട്ട് നിനക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ആക്ച്വലി ഹോമിന് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് ഫിറ്റായിട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സസ് എനിക്ക് ഇടണം എന്നുള്ളൊരാഗ്രഹം തോന്നി. എങ്ങനെയായിട്ടാണ് പലപ്പോഴും 40 വയസ്സ് കഴിയുമ്പോഴാണ് സ്ത്രീകൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവുക, ദാറ്റ് യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മൾ തന്നെ നമ്മളേ ഉള്ളൂ, നമ്മൾ പ്രയോറിറ്റി ആയിട്ട് തന്നെ വെക്കണം നമ്മളെ തന്നെ.
കാരണം നമ്മൾ 40 വയസ്സ് വരെ ഫാമിലി, പിന്നെ കുട്ടികൾ, അവരുടെ പഠിത്തം, അങ്ങനെ കുറേ സാധനങ്ങൾ. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയട്ടെ. ഒരു 1 ടോയ്ലറ്റ് ഉള്ള, അല്ലെങ്കിൽ 1 ടോയ്ലറ്റ് ഉള്ള ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ഫാമിലി നമുക്ക് ബാത്റൂമിൽ പോണത് പോലെ നമ്മൾ പിടിച്ചു വയ്ക്കും. ഞാൻ ചെയ്തിട്ടുണ്ട്. സുജിത്ത് പോട്ടെ, അല്ലെങ്കിൽ മോള് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതല്ല. ഞാനിപ്പോൾ എറണാകുളത്ത് താമസിച്ചത് 3 ഇതുള്ളതാണ്. പക്ഷെ ആ സമയത്ത് പോലും നമുക്ക് ആൾക്കാർ കൂടുതൽ വരുമ്പോൾ നമ്മളത് പിടിച്ചു വയ്ക്കും. ഇവരൊക്കെ പോയിട്ട് പോകാം, കാരണം അല്ലെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഇത് കഴിയട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള സമയമായി എന്നൊരു തോന്നലും തിരിച്ചറിവ് വരും. നമുക്കത് വരില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് കാർത്തിയാനി ചേച്ചി എന്നൊരു ചേച്ചിയുണ്ട്, ലതിയ ചേച്ചി. ചേച്ചിക്ക് 62 വയസ്സ് 63 വയസ്സ് എന്തോ ഉണ്ട്. ചേച്ചി ഹിമാലയം അങ്ങ് പോയി. അപ്പോൾ ചേച്ചി യോഗയും കാര്യങ്ങളും ഒക്കെയാണ്. കൈലാസം വരെ പോയി ചേച്ചി. അപ്പോൾ ചേച്ചിയാണ് ഞങ്ങളുടെ ഗുരു, നിങ്ങളുടെ ഇൻസ്പിറേഷൻ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ആണ്. അതിൻ്റെ കീഴെ എഴുതിയിരുന്നുണ്ട് ഐ ലവ് മീന്ന്. ഇപ്പം ആ പ്രോസസ്സാണ് അല്ലേ, സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ. അതെന്താ? ഇതൊരു ചെറിയ കാർഡ് ഗെയിമാണ്. ഇതിന്ന് ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തോട്ടോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇൻ യുവർ ഹാൻഡ്സ്. വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്? നമ്മുടെ കയ്യിൽ എന്താണ്? കാർഡ്. ഇൻ യുവർ ഹാൻഡ്സ്. ഇൻ യുവർ ഹാൻഡ്സ്. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ടുഡേ നമ്മുടെ കയ്യിലാണ്, നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലാണ്. എനിത്തിങ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഇൻ യുവർ ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും മൈ മൈൻഡ്. ഓക്കെ, എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലാണ് ഇപ്പോൾ. അത് ഭയങ്കര പ്രയാസമാണല്ലോ കയ്യിൽ വയ്ക്കാനല്ലേ. യാ, യു ലേൺ ഇറ്റ് ദ ഹാർഡ് വേ. ഞാൻ എത്രയോ വർഷം എടുത്താണ് അതിപ്പോൾ കയ്യിലാക്കിയെന്നറിയാമോ? ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് പാതകൾ താണ്ടേണ്ടി വന്നു ആ മനസ്സിൻ്റെ കയ്യിലുള്ളിൽ ഒതുക്കാൻ. എന്ത് പാതകളാണ് താണ്ടി മനസ്സിന്റെ കയ്യിലാക്കിയത്? പറ്റില്ല തന്നെയാ. ഇപ്പൊ ഷെയർ ചെയ്യൂലേ? ലോങ് ജേർണിന്ന്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. അടുത്തത് എൻ്റെ പൊന്നെ എന്തൊക്കെയാണോ? വൈ വൈ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വൈ ഇത് ചോദിക്കാറുണ്ടോ? ഈസ് വൈ എ ബിഗ് പാർട്ട് ഓഫ് യുവർ ഡേ ടു ഡേ ഇൻ എ പ്രോസസ്? ഒന്നുമില്ല. അല്ല, ഉണ്ടാവാറുണ്ട്. സമയം എന്തെങ്കിലും വരുവാണെങ്കിൽ, ഇപ്പോൾ മോള് തന്നെ, എൻ്റെ മോളുടെ അടുത്തായിരിക്കും ഞാൻ കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവുക. അമ്മ ഞാൻ ഇന്ന സ്ഥലത്ത് പോട്ടെ, എന്തിന് എന്ന് ചോദിക്കും ഞാൻ. അമ്മ അപ്പം അത് കാരണം അവൾ പറയും, അമ്മ നോ പറയരുത്, എന്തിനൊന്നും ചോദിക്കരുത്, ഒരു കാര്യം പറയട്ടെ എന്ന് പറയും. വൈ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അതെ, പ്രശ്നങ്ങളല്ല, ഇപ്പം എനിക്ക് ദഹിക്കാത്ത ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിന്, അതിൻ്റെ ആവശ്യം എന്താ, അതിങ്ങനെ ചെയ്താൽ പോരെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത് മനസ്സിനെ വലിയ ശരിയാട്ടോ, മനസ്സിനെ വലിയ വൈ വരാറുണ്ട്. എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലുമൊക്കെ വരും. അയ്യോ, നോട്ട് എ സിംഗിൾ ഡേ. നോട്ട് എ സിംഗിൾ ഡേ. ഞാൻ എല്ലാ ദിവസവും ഈ കാര്യം ചെയ്യും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ വ്യക്തിയോട് സംസാരിക്കും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ. ഓ, അങ്ങനെയാണോ? നോട്ട് എ സിംഗിൾ ഡേ. നോട്ട് എ സിംഗിൾ ഡേ. ഞാൻ ഈ കാര്യം ഒരിക്കലും മിസ് ചെയ്യാറില്ല. പല്ല് തേക്കും. നമുക്ക് ഫിലോസഫി നിർത്താം. ആദ്യം കാടായിരുന്നു, ഇപ്പൊ പല്ല് തേക്കലായി. ഓക്കെ, നോട്ട് എ സിംഗിൾ ഡേ. നോട്ട് എ സിംഗിൾ ഡേ. നോട്ട് എ സിംഗിൾ ഡേ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, നന്ദി പറയാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അത് ചെയ്യാറുണ്ട്, കിടക്കുമ്പോഴും എണീക്കുമ്പോഴും. പിന്നെ ന്യൂട്രീഷനിസ്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ അവളെ വിളിക്കാറുണ്ട്. യെസ്. ഓക്കെ, ഞാൻ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു കാർഡും കൂടെ തരാം. പക്ഷെ കളി കൊള്ളാം, നമുക്ക് കുറച്ചു നേരം കൂടെ കളിക്കാം. ഫോർ ഷുവർ. ഫോർ ഷുവർ. ഫോർ ഷുവർ. ഞാൻ ഉറപ്പായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് ഈ സംഭവം ചെയ്തിരിക്കും.
2-3 കാര്യങ്ങൾ. ഒന്ന്, സ്നേഹിക്കാൻ നോക്കും. കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളെ നോക്കും. പിന്നെ വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുക്കാൻ പോഷുവാൻ ഞാൻ ചെയ്യും. പിന്നെ പാവങ്ങളെ എനിക്ക് പറ്റുമെങ്കിൽ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പോഷുവ. കാരണം അന്നമാണല്ലോ വലുത്, വിശപ്പാണല്ലോ വലുത്. വിശന്നിരിക്കുന്നവന് ബാക്കി സഹായിക്കോ ഇല്ലയോ എന്നുള്ളതല്ല, വിശന്നിരിക്കുന്നവന് ഞാൻ എന്തായാലും ഭക്ഷണം കൊടുക്കും. അത് ചില സമയത്തൊക്കെ നമുക്ക് അറിയാം, അവൻ്റെ മുഖം വിശന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ടയേർഡാണെന്ന്. 100 രൂപയെങ്കിൽ 100 രൂപ മുന്നേ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കാറുണ്ട്. കഴിച്ചോ ഇല്ല എന്ന് പറയും. അത് എൻ്റെ ഗുണമല്ല കേട്ടോ, അത് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൂപ്പൻ ആരും ഇല്ലെങ്കിൽ വീട്ടിൽ കുറേ ഭക്ഷണം ഉണ്ടാക്കും ഉച്ചയ്ക്ക്. ആരും കിട്ടിയില്ലെങ്കിൽ അമ്പലപ്പറമ്പിൽ പോയിട്ട് അവിടെയുള്ള യാചകരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നും ഫുഡ് കൊടുക്കുന്നതാണ്. അതേ ഇത് തന്നെ എൻ്റെ അമ്മയും കണ്ടു വളർന്നിട്ട് അമ്മ അത് ചെയ്യും. വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുന്നവരുണ്ടാവും, ചിലപ്പോൾ മീൻ വിൽക്കാൻ വരുന്നവരുണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അവരുടെ അടുത്തൊക്കെ അമ്മ വരുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചോ ഇല്ല, അമ്മ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അതെടുത്ത് കൊടുക്കും കഴിക്കാനായിട്ട്, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അത് കണ്ടു വളർന്ന ശീലമായിരിക്കാം, എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന ശീലമായിരിക്കാം. ഇപ്പോഴും വിശന്നിരിക്കുന്നവന് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസ് അല്ലെങ്കിൽ എൻ്റെ സഹായിയായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ഇപ്പോൾ 2 മണിയായി, ഞാൻ പറയും കഴിച്ചിട്ട് വാന്ന് പറയും. ചില ആൾക്കാർ നിർത്തി നമ്മൾ കഴിച്ച് ആ പാത്രം കൊണ്ടേ അവർ പോവുള്ളൂ. അപ്പം ഞാൻ പറയും ഇല്ല, പോയി കഴിച്ചിട്ട് വാന്ന് പറയും. എനിക്ക് ആരും വിശന്നിരിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ അമ്മ അങ്ങനെയാണ്. നോ യൂസ് ചെയ്യുന്നതാണോ? ഒത്തിരി അധികം യൂസ് ചെയ്യുന്ന വാക്കാണോ? അല്ല, ഒത്തിരി അധികം യൂസ് ചെയ്യുന്ന വാക്കല്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ളിടത്ത് നോ പറയേണ്ടടുത്ത് നോ പറയണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് നേരത്തെ എക്സ്പ്രഷൻ ഞാൻ മറന്നിട്ടില്ല. നോ പറയുന്ന കാര്യം, നോ പറയേണ്ടടുത്ത് നോ പറയണം. അങ്ങനെ നമ്മളൊന്നും ചെയ്യില്ല, നോ പറയണം. അപ്പം നമ്മുടെ ഷോയിൻ്റെ ടൈറ്റിൽ ഐ ആം എന്നാണേ. അപ്പം ഐ ആം മഞ്ജു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കാരണം എനിക്കറിയാം അടുത്തത് അതായിരിക്കും പറയണത്. ഐ ആം ഡാഷ് എന്നൊരു വാക്ക്, അവിടെ ആ ഡാഷ് പൂരിപ്പിക്കണമെങ്കിൽ ഒരു വാക്ക് വെച്ചിട്ട് റൈറ്റ് നൗ അതെന്തായിരിക്കും? എന്നെ ബേസ് ചെയ്തിട്ട് ഐ ആം സിമ്പിൾ. താങ്ക്സ് സോ മച്ച് മഞ്ജു ഫോർ ബീങ് എ പാർട്ട് ഓഫ് അവർ ഷോ. കാരണം എനിക്ക് ഒത്തിരി നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഹോം കണ്ടപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ദാറ്റ് ഐ നീഡ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യു. പക്ഷേ വിളിച്ചിട്ടേ ഉള്ളൂ. ഫാലിമിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. കാരണം ഹോമിൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ധന്യ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്കിരിക്കണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഫാലിമി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് വീണ്ടും മെസ്സേജ് ചെയ്തത്, എനിക്ക് എന്തായാലും ഇപ്രാവശ്യം നമ്പർ തന്നേ പറ്റുള്ളൂ. എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അയച്ചു തന്നിട്ട് എന്നെ വിളിച്ചത്. താങ്ക്സ് ലോട്ട്. ആൻഡ് ഇതുപോലെ അടിപൊളി ക്യാരക്ടേഴ്സ് എന്നും ഉണ്ടാവട്ടെ. ആൻഡ് എനിക്ക് തോന്നുന്നു ചെറിയ റോളിലാണെങ്കിലും നമ്മൾ ഒത്തിരി അധികം ചിരിപ്പിച്ച കുറേ ക്യാരക്ടേഴ്സ് നൽകിയിട്ടുണ്ട്. ലൈക്ക് ജയ 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 ഹേ നമ്മൾ നേരത്തെ അതും ഞാൻ വേണ്ടാന്ന് വെച്ച് പോയൊരു സംഭവമാണ്. പിന്നെ തിരിച്ചു പോണ വഴി പിടിച്ചു നിർത്തിയിട്ട് ചെയ്യിപ്പിച്ചതാണ്. ഈ എനർജിയും ഈ പ്രഷറിപ്പും എന്നും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും അടുത്ത 10 വർഷത്തിന് ശേഷം ഞാൻ കാണുമ്പോൾ ഇതിനേക്കാളും പ്രായം കുറഞ്ഞിരിക്കും. അപ്പോഴും ഈ ദുഷ്ടന്മാരെന്നെ ചേച്ചി എന്നല്ലേ വിളിക്കൂ. ശരി.